സതീശനെ പെട്ടെന്ന് അറിഞ്ഞു. പന്നീർ രവീന്ദ്രൻ വന്നിട്ട് ഇവിടെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പാവത്തിന് കൈപ്പങ്കുളത്ത് മര്യാദ ജയിക്കേണ്ടത്. മൂന്നാമതും പിണറായി സർക്കാർ വരണം എന്ന ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. മൊത്തത്തില് മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. വ്യക്തിപരമായി പറയുന്ന കാര്യത്തിൽ മാറണം. വികസനം വരണമെങ്കിൽ LDF ഭരണം അടുത്തത് വരും. സതീശൻ മാറട്ടെ. 25 വർഷം ഭരിച്ചില്ലേ? അതെ 25 വർഷം കൊണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രകടനം? പറൂര് 25 വർഷം മുമ്പുള്ള പറൂര് തന്നെ വളമൊക്കെയാണ്. ജയിച്ചോട്ടെ. പക്ഷേ മറ്റേത് പിണറായി തന്നെ. അപ്പൊ ഇത്തവണ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അതൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സതീശനെ സംബന്ധിച്ച് എനിക്കൊരു അഭിപ്രായവും ഇല്ല. സതീശൻ പോരാ. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് നോർത്ത് പറവൂരിലാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മത്സരിക്കുന്നതുകൊണ്ട് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ സതീശനെ കൂടാതെ LDFന്റെ ടൈസൺ മാസ്റ്ററും NDAയുടെ വത്സല പ്രസന്നകുമാറാണ് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. ഈ മണ്ഡലത്തിൻ്റെ പൾസാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം. എന്നാലും നമ്മുടെ പറവൂരിൻ്റെ പൾസ് ഇലക്ഷൻ. പറവൂരിൻ്റെ പൾസ് എന്ന് പറയുന്നത് ശരിക്കും VD തന്നെ. VD സതീശൻ തന്നെ. യെസ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് സതീശൻ അല്ലേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. ഒരു കാരണവശാലും സതീശനെ പെട്ടെന്ന് അറിഞ്ഞു. പന്നീർ രവീന്ദ്രൻ വന്നിട്ട് ഇവിടെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പാവത്തിന് കൈപ്പങ്കുളത്ത് മര്യാദ ജയിക്കേണ്ടിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ബലിയിടാൻ വേണ്ടി ബലി കൊടുത്ത്. അപ്പോ സതീശൻ ജയിക്കും, അത് ഉറപ്പാണ്, 100%. പക്ഷെ സതീശൻ മുഖ്യമന്ത്രിയാണോ മിനിസ്റ്ററാണോ പ്രതിപക്ഷ നേതാവാണോ? മുഖ്യമന്ത്രി ആണ്. തീർച്ചയായിട്ടും. എന്തൊക്കെയാ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉഷാർ തന്നെ. ആർക്കാണ് മേൽക്കൈ ഇവിടെ? സതീശൻ, ടൈസൺ മാസ്റ്റർ, പിന്നെ വത്സല പ്രസന്നകുമാർ, ഇത്രയാണല്ലോ ലീഡിങ് ക്യാരക്ടേഴ്സ്. സതീശന്റെ വകയായി നമ്മുടെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ കുറവാണ്. കാരണം ചെറിയ സ്ഥലമാണുള്ളത്. വലിയ വികസനങ്ങളൊന്നും. ഇതൊരു മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി ആണ്. എന്നാലും സാധാരണ ഇവിടെ റോഡൊക്കെ നന്നായിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം റോഡൊക്കെ മോശമായിരുന്നു. റെഡിയായിരുന്നു. വളമൊക്കെയാണ്. കുഴപ്പമില്ല. ജയിച്ചോട്ടെ. പക്ഷേ മറ്റേത് പിണറായി തന്നെ. ശരി. ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരം തന്നെ ആയിരിക്കും പറവൂര് നിയോജകമണ്ഡലത്തില്. അതായത് ത്രികോണമാണോ അതോ? ത്രികോണം എന്ന് പറയാൻ പറ്റില്ല. UDF LDF തമ്മിലുള്ള കോൺഗ്രസും LDF തമ്മിലുള്ള മത്സരമല്ലേ? അതെ. അതിനകത്ത് ഒരു ശക്തമായിട്ടുള്ള രണ്ട് ടീമിന്റെ കൂടെ നല്ല മത്സരം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ആഗ്രഹം ടൈസൺ മാഷ് ജയിക്കണമെന്നുള്ളതാണ്. വികസനം വരണമെങ്കിൽ LDF ഭരണം അടുത്തത് വരും. അതോടുകൂടി ടൈസൺ മാഷ് കൊടുങ്ങല്ലൂര് അഴീക്കോട് പാലൊക്കെ പുള്ളി നല്ല സൂപ്പറാണ്. അതുപോലെ മാത്രമല്ല പുള്ളിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആള് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ? ഒരുപാട് വികസന പ്രവർത്തനം പറവൂരെ സംബന്ധിച്ചോളം 25 വർഷം ഒന്നും അല്ലാണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വേണ്ടത് ശരിക്കും നല്ലൊരു വികസനം കൊണ്ടുവരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോട് വന്നു കഴിഞ്ഞാൽ ജനങ്ങള് ശരിക്കും അംഗീകരിക്കും. അപ്പൊ ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മണ്ഡല പ്രതിപക്ഷ നേതാവ് ആവണക്ക് മുമ്പ് പുള്ളി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. MLA ആയിരിക്കുമ്പോ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നേരം കിട്ടാത്തതിന്റെ പേരിലായിരിക്കാം. സ്വന്തം മണ്ഡലം നോക്കണമല്ലോ. ആണ്. പക്ഷെ എന്നാലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറയാനുള്ള ആരും വന്നാലും നമ്മളെ രീതി ഇതൊക്കെ തന്നെ. ഒരു വ്യത്യാസമില്ല. അത് ഇനി LDF വന്നാലും UDF വന്നാലും BJP വന്നാലും വില കൂടുതലൊക്കെ ഉണ്ടോ? സാധനങ്ങൾക്ക് ഇപ്പൊ ഈ ഗ്യാസിന്റെ വിഷയം വന്നപ്പോ തന്നെ ഭയങ്കര വിഷയം. അത് പിന്നെ ലോകം മുഴുവൻ ഉണ്ടല്ലോ. കേരളത്തില് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തെ മാത്രമായി മൊത്തം കുട്ടിച്ചോറ. ആർക്കാണ് വിജയസാധ്യത? സാധ്യത ഇവിടെ നമുക്ക് സതീശനായിരിക്കും. പ്രതിപക്ഷ നേതാവാണ് അല്ലേ? എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? കുഴപ്പമില്ല. ആളുകൊള്ളാം. മണ്ഡലത്തിൽ ഗുണകരമുണ്ട് അല്ലേ? ഗുണകരമാണ് മണ്ഡലത്തിൽ. ഓക്കെ. ആർക്കായിരിക്കും സാധ്യത? സതീശനെ ജയിക്കുള്ളൂ അല്ലേ? ടൈസൺ മാസ്റ്ററൊക്കെ മാസ്റ്റർ അവിടെ നിന്നാ പോരെ ആൾക്ക്. അവിടെ ജയിക്കുമായിരുന്നു. അവിടെ നിന്ന് അയാൾ ജയിക്കില്ല. അവിടെ ഒരു കുത്തവ മണ്ഡലം. അതെ.
ഇവിടെ കയറി വരേണ്ട ആവശ്യമില്ല. അയാളെ വെറുതെ ഭാവത്തിലൂടെ കൊണ്ടിട്ടാണ് നശിപ്പിക്കാൻ കൊണ്ടുവന്നു അല്ലേ? അത് അവർ തന്നെ അനുഭവിച്ചോളും. അപ്പൊ സംസ്ഥാന ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് മാറുമോ? മൊത്തത്തിൽ മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. വ്യക്തിപരമായി പറയുന്ന കാര്യത്തിൽ മാറണം എന്നുള്ള മാറണം. കഴിച്ചുകൊണ്ടിരിക്കുന്നത് സതീശനാണ്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി മാറിയേക്കണതിന്റെ പേരിൽ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറയാം. ടൈസൺ മാസ്റ്റർ വന്നതുകൊണ്ട് ഒരു സംശയമുണ്ട് സംശയമുണ്ട് അല്ലേ? പിന്നെ അത് മാത്രമല്ല, അവരുടെ മുന്നിൽ നിന്നതാണ് BJP സ്ഥാനാർത്ഥി. അവര് വോട്ട് പിടിക്കുന്ന വോട്ടിന്റെ അനുസരിച്ച് അവര് കോൺഗ്രസ്സുകാരിയായിരുന്നു. കോൺഗ്രസ്സുകാരിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അവിടുന്നാണ് മാറി BJP ചേർന്ന് സ്ഥാനാർത്ഥിയാവുന്നത് ഈ വത്സല പ്രസന്നകുമാർ. ഓക്കെ. അപ്പൊ അവരുടെ വോട്ട് പിടിക്കുന്നത് പോലെ കുറെ വ്യത്യാസങ്ങൾ അവർ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കുറെ വോട്ടുകളൊക്കെ അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. ആ ഓക്കെ. നമ്മുടെ സംസ്ഥാന ഭരണം മൂന്നാമതും പിണറായി സർക്കാർ വരണം എന്ന ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. എന്താണ് കാരണം? വികസനം. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പെൻഷനായിട്ടും ഇപ്പൊ മറ്റുള്ള കഴിഞ്ഞാൽ കറണ്ടിന്റെ ഇതാണെങ്കിൽ പവർ കട്ട് എന്ന് പറഞ്ഞത് ഇതേവരൊക്കെ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളും വേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടില്ല. പ്രയോജനകരമായിട്ടാണ്. നിലവിലുള്ള ഭരണതന്ത്രത്തിനാണോ? ചിലരുള്ള ഭരണമൊക്കെ ഓരോ കാലത്തിനും കുഴപ്പമൊന്നുമില്ല. അവര് തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹമുണ്ടോ? അവര് തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അല്ല, നല്ലതാണെങ്കിൽ വീണ്ടും വരാമല്ലോ. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് ഇപ്പൊ BJP പാർട്ടി പൊതുവെ ഇന്നിപ്പോ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ ഇതായിട്ട് പറഞ്ഞില്ല, പാർട്ടി നല്ല ഓക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ വോട്ട് വരുമ്പോൾ അത് വേറെ BJP-ക്കാരെന്ന് പറയണത്, വോട്ട് വരുമ്പോൾ സംഭവം മാറിപ്പോകുന്നു. വോട്ട് വരുമ്പോൾ മാറിപ്പോകുന്നത് എന്താന്ന് വെച്ചാല്, ഒരു പാർട്ടിയിൽ നിൽക്കുന്നവൻ തന്നെ അതിൽ കാര്യങ്ങൾ അനുകൂലമല്ലാണ്ട് വരുമ്പോൾ അവൻ മാറിപ്പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നന്മ ചെയ്യുന്നവന്റെ കൂടെ നിൽക്കാവുന്നതാണ്. സതീശനല്ലേ സ്ഥിരം ജയിച്ചോണ്ടിരിക്കുന്നത്. ഇത്തവണ മാറ്റം വരുമോ? മാറ്റം വരുമെന്നാണ് അഭിപ്രായം. ആണല്ലേ? ഈ ടൈസൺ മാസ്റ്റർ വന്നത് LDF-ന് ഗുണം ചെയ്യും അല്ലേ? അങ്ങനെയാണ് കരുതുന്നത്. സംസ്ഥാന ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവർ വീണ്ടും വന്നാൽ ഒരു നല്ല മൂന്നാം പെൻഷനൊക്കെ കൊടുക്കേണ്ട എല്ലാവർക്കും നല്ല ഉപകാരങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പിണറായി സർക്കാർ വീണ്ടും വരട്ടെ. സതീശനെ സംബന്ധിച്ച് എനിക്കൊരു അഭിപ്രായവും ഇല്ല. സതീശൻ പോരാ. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ അവസ്ഥ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വൻ ഭൂരിപക്ഷത്തിൽ സതീശൻ ജയിച്ചിരിക്കും. സതീശൻ ജയിക്കും, ഉറപ്പാണ്. ഉറപ്പ്. ടൈസൺ മാസ്റ്റർ ഒരു ഭീഷണിയല്ല. ഇല്ല, എത്ര വലിയ തലവമ്പം വന്നാലും ജയിക്കില്ല. സതീശനെ വെട്ടാനായിട്ട് ഇവിടെ ആരുമില്ല. സതീശൻ അടുത്ത സ്റ്റെപ്പിൽ മുഖ്യമന്ത്രിയാവും. ചിലപ്പോൾ ആഭ്യന്തരം എടുക്കും, ചിലപ്പോൾ മുഖ്യമന്ത്രിയാവും. എന്തായാലും അവിടെ ഭരണമാറ്റം ഉറപ്പാണ് കേട്ടോ. പിണറായി വിജയൻ സർക്കാർ താഴെ വരും. എല്ലാവരും വെറുത്തിരിക്കണം ഭരണമാണത്. ഒരു രക്ഷയില്ല, വെറുത്തുപോയി. അതുകൊണ്ട് UDF അധികാരത്തിൽ വരുള്ളൂ. ഈ 25 വർഷത്തിനുള്ളിൽ ഇവിടെ യാതൊരു ഡെവലപ്മെന്റ്സും ഉണ്ടായിട്ടില്ല. പറയുമ്പോൾ പുറത്തോട്ടൊക്കെ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവാണ്, നല്ലോണം സംസാരിക്കും, സംസാരിക്കാൻ കഴിയാം, പ്രവൃത്തിയിലൊന്നും കാര്യം വേണമല്ലോ. എന്നിട്ട് അപ്പൊ ഇത്തവണ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അതൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ടൈസൺ മാഷ് നല്ല കാൻഡിഡേറ്റ് ആണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അദ്ദേഹം കൈപ്പങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കേണ്ട ഒരു വിഷയമാണ്. ആർക്കാണ് വിജയ സാധ്യത ഉള്ളത്? ഒന്നും പ്രവചിക്കാൻ പറ്റില്ല, ഒന്നും പറയല്ലേ. അല്ല, 25 വർഷമായി സതീശൻ കണ്ടിന്യൂസ് ജയിച്ചിരിക്കുകയാണ്. ഒരു അവര് തുടർ ഭരണം വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ തുടർ ഭരണം എന്ന് പറയുമ്പോൾ 25 വർഷം സതീശൻ ഇപ്പോൾ പറവൂര് വെച്ചുകൊണ്ടിരിക്കല്ലേ. അതെ. അപ്പോൾ മാറ്റേണ്ട ജനങ്ങൾക്ക് ആവശ്യമില്ലേ, അത് മാറണം. അവിടെ മാറണമെന്ന് പറയുന്ന പോലെ ഇവിടെ മാറട്ടെ. ഇവിടെ മാറണം. സതീശൻ മാറട്ടെ. 25 വർഷം ഭരിച്ചില്ലേ. അതെ അതെ. 25 വർഷം കൊണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രകടനം? പറവൂര് 25 വർഷം മുമ്പുള്ള പറവൂര് തന്നെ ഇപ്പോഴും ഒരു വ്യത്യാസമില്ല. ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നേതാവിനെ കിട്ടിയെന്നുള്ളൊരു മാറ്റം. സതീശൻ മാറണം. ടൈസൺ മാഷ് എങ്ങനെയുണ്ട്? ടൈസൺ മാഷ് എങ്ങനെയുണ്ട്? മോശമില്ല. വത്സല പ്രസന്നകുമാറോ? ഇവിടുത്തെ ചെയർമാനായിരുന്നല്ലോ, കോൺഗ്രസിന്റെ ആളായിരുന്നല്ലോ. ഇവർ 3 പേരും നല്ല മത്സരമല്ലേ? അവർ 3 പേരും നല്ല മത്സരമാണ്. സതീശൻ മാറണം എന്നാണ് ആഗ്രഹം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മണ്ഡലത്തിലെ വിശേഷങ്ങളാണ്, അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത്. 25 വർഷമായി സതീശൻ MLA ആയി ഇവിടെ തുടരുന്നു. പക്ഷേ 25 വർഷം മുമ്പുള്ള അതേ പറവൂര് തന്നെയാണ് ഇപ്പോഴും ബാക്കിയാവുന്നതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അഭിപ്രായം എന്തു തന്നെയായാലും ഒരു ഉറച്ച മത്സരം ഇവിടെ നടക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. താങ്ക് യു.